ഹായ് എവരിവൺ, വെൽക്കം ടു എക്സാം ബൈ ലേണിംഗ്. അപ്പോൾ നമ്മുടെ നീറ്റ് കീം എക്സാംസ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം വർഷത്തിൽ ലക്ഷക്കണക്കിന് സ്റ്റുഡൻസ് എഴുതുന്നുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് മറ്റ് ഫീൽഡുകളും മറ്റ് കോഴ്സുകളെ പറ്റിയുള്ള അറിവ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫാർമസി റിലേറ്റഡ് കോഴ്സുകളെ പറ്റിയാണ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഗസ്റ്റ് ഡോക്ടർ നസീഫ് പി. അദ്ദേഹം മൗലാന കോളേജ് ഓഫ് ഫാർമസിയിലെ വൈസ് പ്രിൻസിപ്പൽ ആണ്, പ്രൊഫസറാണ്. സോ സർ, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ സാറ്, ഞാൻ ആദ്യമായിട്ട് ചോദിക്കുന്ന ചോദ്യം, എന്താണ് ഈ ഫാർമസി കോഴ്സ്, അല്ലെങ്കിൽ ഇത് ഏത് ഫീൽഡിന്റെ അണ്ടറിൽ വരുന്ന ഒരു കോഴ്സാണ് ഫാർമസി റിലേറ്റഡ് കോഴ്സുകൾ? ഫാർമസി പ്രധാനമായിട്ടും പ്ലസ് ടുവിന് ശേഷം 3 കോഴ്സുകളാണ് ഫാർമസിയിലുള്ളത്. 2 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് DPharm എന്നറിയപ്പെടും, 4 വർഷത്തെ ഡിഗ്രി കോഴ്സ് ബാച്ചിലർ ഓഫ് ഫാർമസി BPharm എന്നറിയപ്പെടും, പിന്നെ 6 വർഷത്തെ ഇന്റഗ്രേറ്റഡ് PG ഉണ്ട്, ഡോക്ടർ ഓഫ് ഫാർമസി FARMD എന്നറിയപ്പെടുന്ന കോഴ്സാണ്. ഇങ്ങനെ 3 കോഴ്സാണ് പ്ലസ് ടുവിന് ശേഷം ഫാർമസിയിൽ നിലവിൽ ഉള്ളത്. അപ്പൊ സാറിന്റെ ഒരു ജേർണി ഈ ഫീൽഡിലേക്കുള്ളത് എങ്ങനെയായിരുന്നു? അപ്പൊ എന്തൊക്കെ കോഴ്സുകളാണ് കഴിഞ്ഞിട്ടുള്ളത്? ഞാൻ എൻ്റെ BPharm കോഴ്സ് 2007 കംപ്ലീറ്റ് ആയിട്ടുണ്ട്, PG MPharm കംപ്ലീറ്റ് ആയിട്ടുണ്ട്, പിന്നെ ഫാർമസ്യൂട്ടിക്കൽ സയൻസിൽ PhD കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 15 വർഷമായിട്ട് ഫാർമസി വിദ്യാർത്ഥികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അധ്യാപകൻ കൂടിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഫാർമസി കോഴ്സിലേക്ക് ഒരാൾക്ക് വരാൻ താല്പര്യമുണ്ട്. ഞാൻ പ്ലസ് ടു പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ എനിക്ക് എന്തൊക്കെ എലിജിബിലിറ്റി വേണം, അല്ലെങ്കിൽ ഞാൻ ഏതൊക്കെ സ്ട്രീമിൽ പഠിച്ച ആൾക്കാർക്ക് ഇത് അപ്ലൈ ചെയ്യാം? കമ്പൽസറി ആയിട്ട് സയൻസ് സ്ട്രീമിൽ മാത്രമുള്ള ആളുകൾക്കാണ് പറ്റുക. ചില കുട്ടികളൊക്കെ പോയി കാണാൻ സാർ കൊമേഴ്സ് എടുത്ത് ഹ്യൂമാനിറ്റീസ് എടുത്ത് പറ്റില്ല. PCB നിർബന്ധമാണ്. അപ്പോൾ നമ്മളിപ്പോൾ 10ൽ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം, സയൻസ് എടുത്തിട്ട് മാത്രമേ ഇതാകാൻ പറ്റുള്ളൂ. പിന്നെ ഈ PCB എന്ന് പറഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി റിലേറ്റ് ചെയ്തിട്ടുള്ള 3 സബ്ജക്റ്റുകൾ കമ്പൽസറി ആയിട്ട് ഉണ്ടാവണം. ഇതിൽ നമുക്കിപ്പോൾ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് അണ്ടർ സൈഡിലെ കീമിൽ ഫസ്റ്റ് പേപ്പർ ആയിട്ടുള്ള ഫിസിക്സ് കെമിസ്ട്രിന്റെ മാർക്ക് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അതിന്റെ ഫാർമസി സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ് ഇടും. ഈ റാങ്ക് ലിസ്റ്റ് മിസ് ഔട്ട് ഒരു ടിക്കറ്റ് കഴിഞ്ഞാൽ ഫാർമസി റാങ്ക് ലിസ്റ്റ് കൊണ്ട് അവരെ പേര് വരും. പക്ഷെ ഞാൻ അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ ബിടെക്കിന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് ഇത് എഴുതി പോകാത്ത ആളുകളുണ്ട്. പക്ഷെ അത് നഷ്ടമാണ് ശരി. കാരണം പ്രത്യേകിച്ച് ഒന്നും കൂടുതലൊന്നും ചെയ്യേണ്ട, ഒരു ടിക്ക് മാത്രം ഇട്ടാൽ മതി, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി. അതൊന്ന് ശ്രദ്ധിക്കണം. എപ്പോഴും നല്ലതാണ്. ഇപ്പൊ 10ലുള്ള കുട്ടികളാണെങ്കിലും പ്ലസ് 1ലുള്ളവരാണെങ്കിലും അടുത്ത വർഷം ഇത് ചെയ്യാൻ തീർച്ചയായിട്ടും ഒരു ടിക്ക് ഇടുന്ന കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എക്സാംസ് കഴിഞ്ഞിട്ട് ഇനി എന്നിട്ടാണ് ഇവർ കോഴ്സുകളെ പറ്റി അറിയുന്നെങ്കിൽ. അതേപോലെ തന്നെ ഇപ്പൊ നീറ്റ് എഴുതുന്ന കുട്ടികൾ അത് എഞ്ചിനീയറിംഗ് അല്ല, എനിക്ക് എഞ്ചിനീയറിംഗ് താല്പര്യമേ ഇല്ല എന്ന് പറഞ്ഞിട്ട് കീം അപേക്ഷിക്കുക പോലും ചെയ്ത് അത് അപകടമാണ്. യഥാർത്ഥത്തിൽ ഈ എഞ്ചിനീയറിംഗിന് അപേക്ഷിച്ചാൽ ഇതിൽ വന്ന 1-2 ക്വസ്റ്റ്യൻ നീറ്റിന് വന്നാൽ തന്നെ മുതലായില്ലേ. നമ്മൾ 3 മണിക്കൂർ സ്പെൻഡ് ചെയ്തത് മുതലായി. തീർച്ചയായിട്ടും നീറ്റ് മാത്രമാണെങ്കിലും കീം എഴുതണം എന്നില്ല, തന്നെ നിർബന്ധമായിട്ട് എഴുതണം എന്നല്ലേ നമ്മൾ പറയുള്ളൂ. സോ പൊതുവേ ഉള്ളൊരു ഇതാണ്, അതായത് കീം എക്സാം എഴുതിയാൽ എഞ്ചിനീയറിംഗിന് മാത്രമേ പോകുള്ളൂ. പക്ഷെ നമ്മുടെ ഫാർമസി കോഴ്സുകൾക്കും നമ്മുടെ കീം എക്സാം ത്രൂ ആണ് വരുന്നത്. അപ്പോൾ എപ്പോഴാണ് ഇതിന്റെ ഒരു അഡ്മിഷൻ, അല്ലെ എക്സാമിന്റെ ഒരു പീരീഡ്, അല്ലെ എപ്പോഴാണ് അഡ്മിഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്? പ്ലസ് ടു റിസൾട്ട് വന്ന് കീം റിസൾട്ട് വരുന്നതോട് കൂടിയിട്ട് നമ്മൾ സമയം തന്നെ ഇതാക്കിയിട്ട് ചെയ്യാൻ പറ്റും. അത് വെച്ചിട്ട് റാങ്ക് ലിസ്റ്റ് വെച്ചിട്ട് അഡ്മിഷൻ നടക്കുന്നതാണ്. ഓക്കെ. അപ്പൊ നമ്മളെ 3 കോഴ്സുകളെ പറ്റി സാർ പറഞ്ഞു. നമ്മുടെ BPharm ഉണ്ട്, DPharm ഉണ്ട്, പറയുമ്പോൾ തന്നെ നമുക്ക് തെറ്റി പോകുന്നുണ്ട്. പിന്നെ FARMD കോഴ്സ്. ഈ 3 കോഴ്സുകൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയും. എത്ര പീരീഡ് ആണുള്ളത്, അതുപോലെ എന്തൊക്കെയാണ് ജനറലി പഠിക്കുന്നത് എന്നുള്ളത്. ഒന്ന് ഡിപ്ലോമ 2 വർഷത്തെ കോഴ്സാണ്. പൊതുവെ അത് തുടങ്ങാൻ ഈ ഡിഗ്രീന്റെ അഡ്മിഷനെ കഴിഞ്ഞ് ഏകദേശം ഡിസംബർ ആവുന്ന സമയത്ത് സെപ്റ്റംബർ ഒക്ടോബർ കുറച്ച് വൈകി തുടങ്ങുന്നതാണ് ഡിപ്ലോമ കോഴ്സ്. ഈ ഡിപ്ലോമ നടത്തുന്നത് ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ, നമ്മൾ കേരളം ബേസ് ചെയ്താണ് പറയുന്നത്. DME ആണ് നമ്മുടെ കേരള ഗവൺമെന്റിന്റെ DME ആണ് ഡിപ്ലോമ കോഴ്സ് നടത്തുന്നത്. 2 വർഷത്തെ കോഴ്സാണ്. രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ആവാൻ മിനിമം ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിപ്ലോമയാണ്. പിന്നെ ഉള്ളത് 4 വർഷത്തെ ഡിഗ്രി കോഴ്സ് ബാച്ചിലർ ഫാർമസി എന്നുള്ളത്. ഈ ബാച്ചിലർ ഫാർമസിയിൽ 4 വർഷം കോഴ്സ് നമ്മൾ പിന്നെ അത് പിന്നെ നമ്മുടെ കേരളത്തിൽ വരുമ്പോൾ KUHSന്റെ കീഴിലാണ്, കേരള യൂണിവേഴ്സിറ്റി ഹെൽത്ത് സയൻസിന്റെ കീഴിലാണ്. ഇതിൽ കാര്യമായിട്ട് വരെ കെമിസ്ട്രി സബ്ജക്റ്റുകൾ തന്നെയാണ്. പക്ഷേ കെമിസ്ട്രി എനിക്ക് പേടിയാണ്, അതുകൊണ്ട് അങ്ങനെ നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഏത് സബ്ജക്റ്റും പഠിക്കാൻ പറ്റും. പിന്നെ എന്നുള്ളതാണ് FARMD കോഴ്സ് എന്ന് പറയുന്നത്. 6 വർഷത്തെ കോഴ്സാണ്. 5 വർഷം എക്സാമുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് സബ്ജക്റ്റുകളും ഒക്കെ പഠിക്കാണ്ടാവും. 6ാമത്തെ വർഷം നമ്മൾ സാധാരണ MBBSന് ഹൗസ് സർജൻസി ചെയ്യുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യണം, 1 വർഷം കംപ്ലീറ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ ഇന്റേൺഷിപ്പ് ചെയ്യണം. 6 വർഷത്തെ കോഴ്സാണ് FARMD കോഴ്സാണ്. അതിലുള്ള പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ രജിസ്റ്റേർഡ് സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ നമ്മളൊരു ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ സർട്ടിഫിക്കറ്റ്, പക്ഷേ DR എന്നുള്ള സർട്ടിഫിക്കറ്റിന് മുമ്പ് എന്ത് ചെയ്യും, ആഡ് ചെയ്തിട്ടാണ് പേരിന്റെ കൂടെ DR എന്നുള്ളത് ചേർത്തിട്ടാണ് സർട്ടിഫിക്കറ്റ് കിട്ടുക. ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ആണ് ഇത് വരുന്നത്. അങ്ങനെയാണ് വരിക. അപ്പൊ നമ്മളിപ്പോ പ്ലസ് ടുവിൽ നമുക്ക് ഇന്നൊരു സബ്ജക്റ്റിന് താല്പര്യം വേണമെന്നുണ്ടോ ഫാർമസി കോഴ്സുകൾ? ഇല്ല, പൊതുവെ കെമിസ്ട്രി സബ്ജക്റ്റ് ആണ് കൂടുതൽ വരുമെങ്കിലും മാത്തമാറ്റിക്സ് നമുക്ക് അറിഞ്ഞിരിക്കണം. എല്ലാ സാധനം അറിയാം. ഫാർമസി എന്ന് വെച്ചാൽ ഞാനൊക്കെ പറയുന്നത് ഭംഗിയുള്ള ഒരു കോഴ്സാണ്. കാരണം മൾട്ടി ഡിസിപ്ലിനറി ആയിട്ട് ഏത് സബ്ജക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാനും, ബയോടെക്നോളജി പഠിക്കുന്നുണ്ട്, മൈക്രോബയോളജി പഠിക്കുന്നുണ്ട്, മാത്തമാറ്റിക്സ് അതിൽ വരുന്നുണ്ട്, പിന്നെ ഫോർമുലേഷൻ സൈഡ് ബയോളജിന്റെ ഒരുപാട് ഭാഗങ്ങൾ വരുന്നുണ്ട്, ഹ്യൂമൻ അനാട്ടമി ആൻഡ് ഫിസിയോളജിന്റെ എല്ലാ പാർട്ടുകളും വരുന്നുണ്ട്. പിന്നെ ഫാർമക്കോളജിക്കൽ സൈഡാണ് കൂടുതലും. ഈ ഒരു ഡ്രഗ് ബോഡിയോട് എന്ത് ചെയ്യും എന്നുള്ളത് കൃത്യമായി പഠിക്കുന്ന കാര്യങ്ങളാണ്. അതാണ് പ്രധാനമായിട്ട് താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും. എന്നിരുന്നാലും മറ്റ് ബയോളജിയിലും നമുക്കിവിടെ യൂസ് ഉണ്ട്.
ഇനി അടുത്തത് ഗവൺമെന്റ് രജിസ്ട്രേഷൻ. നമ്മളിപ്പോൾ എന്താണ് ബിഫാം കോഴ്സുകൾ കഴിഞ്ഞു, നമ്മളൊരു സീരിയസ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിലേക്ക് പോവാണ്, മറ്റു കോഴ്സുകൾ പോലെയല്ല. അപ്പൊ അവിടെ നമുക്ക് ഈ കോഴ്സ് കഴിഞ്ഞാൽ ഒരു ഗവൺമെന്റ് സൈഡിൽ നിന്നുള്ള ഒരു രജിസ്ട്രേഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ? നമ്മൾ ഇങ്ങനെ കേരളത്തിലാണ് കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ രജിസ്റ്റർ ചെയ്യണം. നമ്മൾ ഫാർമസി കൗൺസിൽ രജിസ്റ്റർ ചെയ്തിട്ട് രജിസ്റ്റേർഡ് ആയ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുക, നമുക്ക് രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിയും. കാരണം നമ്മുടെ മറ്റുള്ള ഡിഗ്രി ബാക്കി പോലെയല്ല, ആളുകളെ ജീവൻ വെച്ചുള്ള കളിയാണ്. അപ്പൊ ഒരിപ്പോ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിട്ടുണ്ടാവും പാരസിറ്റമോളിന്റെ ഡോസ് മാറിയിട്ടാണ് ഒരു കുട്ടിക്ക് അപകടം സംഭവിച്ചത്. വാർത്തകളിലും ബാക്കി വന്നിരുന്നത്. അത് അത്രയും ക്രൂഷ്യലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മരുന്ന് കൊണ്ടുള്ള ഹാൻഡിൽ ചെയ്യുന്നതാണ്, വളരെ കെയർ എടുത്ത് ചെയ്യേണ്ടതാണ്. സ്വാഭാവികമായിട്ട് പഠിക്കുമ്പോൾ അതിൻ്റെതായുള്ള സീരിയസ്നെസ്സും കാര്യങ്ങളും അതിലുണ്ടാവും. അല്ലാതെ എല്ലാ കോഴ്സിനും ഞാനും പോകുന്നുണ്ട് അങ്ങനെ പാടി ചെന്ന് കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള രജിസ്ട്രേഷൻ ചെയ്തിട്ടേ നമുക്ക് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. ഓക്കെ, ഇനി ഏതൊക്കെയാണ് മികച്ച കോളേജുകൾ? ഇപ്പൊ നമ്മൾ ഏത് കോഴ്സ് പറയുകയാണെങ്കിലും നമ്മൾ അതിലെ മികച്ച കോളേജിൽ പഠിക്കണം എന്ന് നമ്മൾ പറയും. അപ്പൊ നമ്മൾ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും സാർ സജസ്റ്റ് ചെയ്യുന്ന നല്ല കോളേജ്? ഇപ്പോൾ NIRF റാങ്കിങ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഫാർമസി തന്നെ ഇതുണ്ട്. ഇപ്പോൾ ഡൽഹിയിലെ ജാമിയ ഹംദർദ് ഇന്ത്യയിൽ തന്നെ നമ്പർ 1 സ്ഥാപനമാണ്. ഇപ്പോൾ അതേപോലെ JSS ഊട്ടിയിലാണെങ്കിലും മൈസൂരാണെങ്കിലും സ്ഥാപനങ്ങൾ വരുന്നുണ്ട്. മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ നല്ല സ്ഥാപനങ്ങളുണ്ട്. പിന്നെ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി, ഇപ്പോൾ ഗുജറാത്ത് ടെക്നോളജി യൂണിവേഴ്സിറ്റിയിൽ ഫാർമസി ഉണ്ട്. അതേപോലെ തന്നെ പിന്നെ തെലങ്കാനയുടെ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളിലുണ്ട്. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളിൽ തന്നെ ഒരുപാട് നല്ല നല്ല സ്ഥാപനങ്ങളുണ്ട്. കേരളത്തിലാണെങ്കിലും ഏകദേശം 5ഓളം പിന്നെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ ഫാർമസി കോഴ്സുകളുണ്ട്. പ്രൈവറ്റിലും ഒരുപാട് 10-60 പരം കോളേജുകൾ പുതുണ്ട്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടുത്തെ അധ്യാപകരെയും അവിടുത്തെ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും നോക്കണം, അറിഞ്ഞിരിക്കണം. പിന്നെ സെമസ്റ്റർ ബേസിലാണ്, ഇപ്പോൾ ഡിഗ്രിക്കാണെങ്കിലും ബാക്കിയൊക്കെ ബിഫാമിനാണെങ്കിൽ സെമസ്റ്റർ ബേസിലാണ് എക്സാം വരിക. 6 മാസം കൂടുമ്പോൾ പരീക്ഷ വരും. ഫാം ഡിക്കാണെങ്കിൽ ഇയർ ബേസിലാണ് വരിക. ഡിപ്ലോമയും ഇയർ ബേസിലാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഇപ്പോൾ ഇതിന് പുറമെ ഒരുപാട് കോളേജുകളുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ ഗവൺമെന്റ് അപ്രൂവൽസ് ആ കോളേജിനുണ്ടോ? അതെങ്ങനെയാണ് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അത് നമ്മളിപ്പോൾ KUHSന്റെ കേരളത്തിലാണ് ഇപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല. KUHS ലിസ്റ്റിലുണ്ടെന്നുണ്ടെങ്കിൽ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയാണ് ഇതിന്റെ അപെക്സ് ബോഡി എന്ന് പറയും. ഡൽഹി സെൻട്രൽ ഇന്ത്യയിലെ എല്ലാ കുട്ടികളും ഒരു സിലബസ് പഠിക്കും. ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ സിലബസ് ആണ് ഓൾ ഇന്ത്യ പഠിക്കും. ആ പഠിച്ചത് PCIയുടെ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ KUHSൽ രജിസ്ട്രേഷൻ കിട്ടുള്ളൂ. കോളേജ് ധൈര്യമായിട്ട് ചേരാൻ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അപ്രൂവൽ ഇല്ലാത്ത കോളേജിനൊന്നും പിടിച്ചിക്കാൻ കഴിയില്ല, ഉടനെ പൂട്ടും. പക്ഷെ കേരളത്തിന് പുറത്ത് ചില സമയങ്ങളിൽ വെച്ചാൽ അപ്രൂവൽ കിട്ടും എന്ന് പറഞ്ഞാണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കണം. അത് നമ്മളൊന്നുകൂടെ കൂടുതൽ ശ്രദ്ധിക്കണം. കേരളത്തിന് പുറത്തുള്ള കോളേജിൽ മോശം നടത്തത്തിലല്ല, ഒരുപാട് നല്ല കോളേജുണ്ട്. പക്ഷെ അപ്രൂവൽ ഇല്ലാത്ത കോളേജുകൾ വരുന്നുണ്ടോ എന്നുള്ളത്, അപ്രൂവലിന് വെയിറ്റിംഗ് ആയിട്ടുള്ള കുറെ കോളേജ്. അപ്പോൾ കുട്ടികള് അപ്രൂവൽ ഒരു വർഷം കൂടെ മുന്നോട്ട് പോയാൽ നമ്മൾ രജിസ്റ്റേർഡ് ആവാൻ അത്രയും കൂടെ സമയം ശ്രദ്ധിക്കണം. ഇനി നമ്മളുടെ ഈ ഒരു ഫീൽഡിലുള്ള പുതിയൊരു ട്രെൻഡ് എന്താണ്? കുട്ടികൾ കോഴ്സ് ജോയിൻ ചെയ്യുന്നതിൽ പൊതുവെ 3 കോഴ്സുകളിലും എല്ലാ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഏകദേശം ഈക്വൽ ആയിട്ടാണ് വരാറ്, അല്ലെങ്കിൽ കുട്ടികളുടെ ഒരു ചോയ്സസ് എങ്ങനെയാണ് വരുന്നത്? സാധാരണ ബിഫാം, ഡിഫാം, ഫാം ഡി കോഴ്സ്. സാധാരണ ഫാം ഡി ഇപ്പോൾ MBBS ആഗ്രഹിച്ച് അത് കിട്ടാതിരിക്കുകയും അല്ലെങ്കിൽ അതിന് അത്രമാത്രം പിന്നെ നമ്മളെ കൊണ്ട് സാമ്പത്തികവും ബാക്കിയും കൂടാത്ത കുട്ടികൾക്ക് ഫാം ഡിക്കും ബാക്കിയും വരും. ഫാം ഡി പൊതുവെ കമ്പാരിറ്റീവ്ലി ഫീസ് കൂടുതലാണ്. പിന്നെ ഡിപ്ലോമ കോഴ്സും അല്ല ഡിഗ്രി കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നല്ല പിന്നെ മാർക്കുള്ള കുട്ടികളുടെയാണ് താല്പര്യപൂർവ്വം വരുന്നത്. ഡിപ്ലോമ ഒന്നും കൂടി ഫീസും അത് കുറവാണ്. അതുപോലെ തന്നെ പഠിക്കാനും കുറച്ചുള്ളത് കൊണ്ട് തന്നെ ഒന്നും കൂടി മാർക്ക് കുറവുള്ള കുട്ടികൾ, പക്ഷെ മാർക്ക് നല്ല കുട്ടികളൊക്കെ വരികയാണെങ്കിൽ നല്ലതാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വ്യക്തിപരമായ ആഗ്രഹമാണ്. ഇപ്പം 99% മാർക്കുള്ള ഒരു കുട്ടി ഡിപ്ലോമയ്ക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് നമ്മളൊക്കെ പറയുന്നത് 100% ഗവൺമെന്റ് ഫാർമസിസ്റ്റായിട്ട് ജോലി കിട്ടും. കാരണം ഉള്ള കൂട്ടത്തിൽ ആരാണ് ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടിയാണ്. പിന്നെ ഫാർമസി PSCകൾ ഇടക്കിടക്ക് വിളിക്കുന്നതാണ്. സ്വാഭാവികമായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് വരും. ഇപ്പോൾ എൻ്റെ ഒരു സ്റ്റുഡന്റ് ഉണ്ട്, എനിക്ക് തോന്നുന്നു 24ാം വയസ്സിൽ ഗസറ്റഡ് ഓഫീസർ ഇത് കിട്ടി. എന്താ വെച്ചാൽ നല്ല പഠിക്കുന്ന കുട്ടിയാണ്, എല്ലാത്തിനും മാർക്ക് കിട്ടും. പിന്നെ ഗവൺമെന്റ് ജോലി പെട്ടെന്ന് കിട്ടി. അങ്ങനെ ഒരുപാട് കുട്ടികൾ അങ്ങനെ ഉണ്ട്. നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് ഗവൺമെന്റ് ജോലി സാധ്യതയും കൂടി ശ്രദ്ധിക്കണം എന്നുള്ളതിലും നമ്മുടെ ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ജോലി സാധ്യത കൂടുതലായിട്ട്. തീർച്ചയായിട്ടും. അപ്പൊ ഇനി നമുക്ക് നമ്മളുടെ കമന്റ് സെഷനിലൊക്കെ വന്നിട്ടുള്ള കുറച്ച് ജനറൽ അല്ലെങ്കിൽ എന്താ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാം. ഒന്ന്, ഈ ഫീൽഡിൽ ഗ്രോത്ത് പൊതുവെ ലോ ആണോ എന്നുള്ളൊരു സംശയം കുറച്ച് പേര് പറഞ്ഞു. പക്ഷെ അതിൽ നമുക്കറിയാം എന്റർപ്രണർഷിപ്പ് അല്ലെങ്കിൽ നമ്മുടെ കോസ്മെറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡുകളൊക്കെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീൽഡുണ്ട്. അതിനെപ്പറ്റി എന്താ സാറിന് പറയാനുള്ളത്? എന്നുവെച്ചാൽ കുട്ടികൾ നമ്മൾ ഒരിക്കലും ചെറിയ ഗോൾ വെച്ച് സെറ്റ് ചെയ്യരുത്. ഇപ്പോൾ ബിഫാം പഠിച്ചൊരു ഫാർമസിയിൽ നിൽക്കുക, അതാവരുത് നമ്മളത്. ഫാർമസിയിൽ നിൽക്കണം, ഫാർമസിസ്റ്റായിട്ടും വർക്ക് ചെയ്യണം, അത് നമ്മുടെ മെയിൻ അജണ്ടയാണ്. അതിന്റെ പുറമെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇപ്പൊ നേരത്തെ ചോദിച്ചപ്പോൾ കോസ്മെറ്റിക്സ് വലിയൊരു ഇൻഡസ്ട്രിയാണ്. ഇത് ഇപ്പോൾ നമ്മളൊക്കെ യൂട്യൂബിലും ബാക്കി കാണുന്നുണ്ടാവും പല ക്രീമുകളും മറ്റു കാര്യങ്ങളൊക്കെ. എന്താണെന്ന് വെച്ചാൽ ബിഫാം പഠിച്ച സബ്ജക്ട് നോളജിൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ക്ലിക്കായാൽ മതി, അവന് നാളത്തെ യൂസ്ഫുൾ ആയി മാറാൻ പറ്റുവാണെങ്കിൽ. റിലേറ്റഡ് റിസർച്ചും കാര്യങ്ങളൊക്കെ
കുറച്ച് കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ആയുർവേദത്തിൽ ഒരുപാട് പ്രോജക്റ്റുകൾ വരുന്നുണ്ട്. അതിന്റെ കൺസിസ്റ്റൻസി നമ്മളൊക്കെ പല കുട്ടികളും പ്രൊജക്റ്റും ബാക്കിയൊക്കെ നോക്കി ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു ക്രീം ഉണ്ടാക്കുക വിചാരിക്കുക. ക്രീമിന്റെ മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞത് അത് കുറച്ച് കഴിഞ്ഞാൽ അതിന്റെ കൺസിസ്റ്റൻസിനെ ബാധിക്കണം. അപ്പോൾ ആ കൺസിസ്റ്റൻസി സോൾവ് ചെയ്യാനുള്ളത് ഈ കുട്ടി പഠിച്ചിട്ടുണ്ട്, അത് അവിടെ അപ്ലൈ ചെയ്താൽ മതി. ഇനി നല്ലൊരു ഓയിൽ ചെയ്യാൻ വിചാരിക്കാം, ഹെയർ ഗ്രോത്തിന് പറ്റിയൊരു ഓയിൽ. ഇവർ പറഞ്ഞ കെമിക്കലും ബാക്കിയും ചേർക്കാതെ നാച്ചുറൽ ആയിട്ട് സംഗതി ചെയ്തിട്ട് അതിന് നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ കൊടുത്ത് കുട്ടിക്ക് ചെയ്യാൻ പഠിച്ച കാര്യം അപ്ലൈ ചെയ്താൽ തന്നെ എന്ത് ചെയ്യും, ഒരു പക്ഷെ താല്പര്യം ഉണ്ടാവണം. അത് എല്ലാ കോഴ്സും കഴിഞ്ഞ് ഇനി ഞാൻ എന്താ ചെയ്യുക, കോസ്മെറ്റിക് ഇൻഡസ്ട്രി പ്രവേശിക്കാന്നല്ല. യഥാർത്ഥത്തിൽ കോസ്മെറ്റിക്സ് എന്ന് പറയുന്നത് ബിഫാം സിലബസിന്റെ മെയിൻ പോർഷനാണ്. അത് വെച്ചിട്ട് നമ്മൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യാം. ഇപ്പോൾ എൻ്റെ ഒരു സ്റ്റുഡന്റ് ഉണ്ടായി മറ്റേ വധുവിനെ ഒരുക്കാൻ പോണേ, ഞാൻ പറയും ഈ സ്വന്തമായിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാക്കി ചെയ്യാൻ പറയും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരെ സ്വന്തമായിട്ട് ഒരു പ്രൊഡക്റ്റോ ബാക്കിയോ ഡെവലപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അവർക്ക് അതിന്റെ റെഗുലേഷൻ അറിയാം, അവർക്ക് അങ്ങനെ അത് മാർക്കറ്റ് ചെയ്യേണ്ട സംഗതി അറിയാം. ഇത് നമ്മൾ പ്രൊഡക്റ്റ് രജിസ്റ്റേർഡ് പേരിനോട് കൂടിയിട്ട് നമുക്ക് ഒരുപാട് കാര്യം ചെയ്യാൻ പറ്റും. അങ്ങനെ എന്ത് കാര്യത്തിനാണെങ്കിൽ അവിടെ തന്നെ എന്റർപ്രണർഷിപ്പ് വരുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ എവിടെയാണെങ്കിൽ ഏറ്റവും വലിയ മാർക്കറ്റ് മരുന്നുവാന്റെ മാർക്കറ്റ് തന്നെയാണ്. ഒരു റീറ്റെയിൽ ഫാർമസി ഇടുന്നതിന്റെ അപ്പുറം ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങി നമ്മളൊക്കെ പല കുട്ടികളും ടീമായിട്ട് എന്ത് ചെയ്യാറുണ്ട്, ബിസിനസ് തുടങ്ങാറുണ്ട്. ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്ത കുട്ടികളുണ്ട്. കാരണം നല്ല 2-3 റൂമൊക്കെ വെച്ചിട്ട് പുതിയ കാര്യങ്ങളും താല്പര്യമുള്ളത് അല്ല അവര് സ്വന്തമായിട്ട് ചെയ്ത കാര്യങ്ങളാണെങ്കിൽ അവർക്ക് ഒരു എന്റർപ്രണർഷിപ്പിലേക്ക് പോകാൻ സാധ്യതകളുണ്ട്. തീർച്ചയായിട്ടും. ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കാം. ഇന്ത്യയിൽ ഫാം ഡി ചെയ്യുന്നതിന് എത്രത്തോളം സ്കോപ്പ് ഉണ്ട്? ഇപ്പൊ കൂടുതൽ ആൾക്കാർ ഓപ്റ്റ് ചെയ്യാത്ത ഒരു കോഴ്സാണോ ഫാം ഡി? അതാണ് ഒരിക്കലും അല്ല. അതിലെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ 6 വർഷത്തെ കോഴ്സാണ്, ഇന്റഗ്രേറ്റഡ് PG ആണ്. സ്വാഭാവികമായിട്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ ഇപ്പൊ മെഡിക്കൽ കോഴ്സാണ് മിനിമം 5 വർഷം വേണമെന്നുള്ളതാണ് അതിൻ്റെ ഒരു കണ്ടീഷൻ വരുന്നത്. ഈ ഫാം ഡി കഴിഞ്ഞിട്ട് വിദേശത്ത് ബാക്കിയൊക്കെ ആണെങ്കിലും ഇപ്പോൾ നമ്മളെന്താ വെച്ചാൽ പറയുമ്പോൾ ഇപ്പോൾ ദുബായ് എടുക്കും, ഒരുപാടുണ്ട്, പാകിസ്ഥാനിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്, ഈജിപ്തിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് കാലിബർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പഠിച്ച നോളജ് നമ്മളെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഫാം ഡി പഠിച്ചാൽ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. എസ്പെഷ്യലി ഇപ്പോൾ വലിയ വലിയ ഹോസ്പിറ്റൽ എടുക്കാം, അവിടുത്തെ പേഷ്യൻ്റ് ഡാറ്റ വെച്ചിട്ട് ഇവർക്ക് ഒരുപാട് കാര്യം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു മോളിക്യൂൾ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡാറ്റ വെച്ചിട്ടുള്ള സ്റ്റഡി നടത്തുകയും ആ പേഷ്യൻസിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ പല ഹോസ്പിറ്റലുകളും ഫാം ഡി വെച്ചവരെ ചോദിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പേഷ്യൻറ്റ് വരുന്നതോടുകൂടി അവർ ഹിസ്റ്ററി എടുത്തിട്ട് ആ ഹിസ്റ്ററിയിൽ ആ ഡാറ്റ വെച്ചിട്ട് ഇവർക്ക് ഇൻട്രാക്ഷനും ബാക്കിയില്ല എന്ന് ഉറപ്പ് വരുന്നതോട് കൂടിയിട്ട് നമ്മളത് ആ പേഷ്യന്റിന് വളരെ കംഫർട്ട് വരികയാണ്. സ്വാഭാവികമായി ഇപ്പൊ നമ്മളെ ഹോസ്പിറ്റലിൽ ഞാൻ വർക്കിംഗ് ഹോസ്പിറ്റലിന് തൊട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പൊന്നും ഫാം ഡിക്കാരുണ്ടായിരുന്നില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു 5-6 ഫാം ഡി കഴിഞ്ഞ ആളുകളുണ്ട്. എന്തുകൊണ്ടാണ് ഡോക്ടേഴ്സ് വരെ ആവശ്യപ്പെടുകയാണ്. കാരണം അവർക്ക് ഉപകാരമുണ്ട്. ഒരു ICUയിൽ ഒരു പേഷ്യന്റിന് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വരാതെ, മരുന്നിന്റെ കോംപ്ലിക്കേഷൻ വരാതെ എന്ത് ചെയ്യും, ഇവരത് ജാഗ്രതയാണ്. ആ മെഡിസിൻ ഇപ്പൊ ഏതാ കൊടുത്തിട്ടുള്ളത്, അതിന് വല്ല ബുദ്ധിമുട്ട് വരുന്നുണ്ടോ എന്നുള്ളത് ഇവർ ആ ഫയൽ പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അങ്ങനെ നോളജ് വേണം. ബാക്കിലിനെ പോലെ സർട്ടിഫിക്കറ്റ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, നോളജ് നിർബന്ധമാണ്. മറ്റേ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ജോലി നിലനിൽക്കല്ല അത് വേണ്ടത്, അപ്ഡേറ്റ് ചെയ്ത നോളജ് വേണം. അതുകൊണ്ട് ഏത് സമയത്തും എന്തുണ്ട്, ഫീൽഡിൽ ആവശ്യമുണ്ട്. അത് ആരാണ് എക്സൽ ചെയ്യുന്നത് അവർക്ക് അതിന്റെ ഉപകാരം ഉണ്ട് അതിന്. ഇനി അടുത്തത് ഈ ഗവൺമെന്റ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ 1-2 കാര്യങ്ങൾ പറഞ്ഞു. പൊതുവെ ഉള്ളത് ഇപ്പൊ ഇന്ത്യയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും മറ്റ് ഗവൺമെന്റ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ട ഗവൺമെന്റ് ജോലികൾ? ഏറ്റവും ബേസിക് ഫാർമസിസ്റ്റ് എന്നുള്ള ഡിപ്ലോമ വെച്ചുള്ളതാണ്. പിന്നെ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞവർക്കാണെങ്കിൽ അനലിസ്റ്റ് പോസ്റ്റുകളുണ്ട്, ഡ്രഗ് ഇൻസ്പെക്ടർ ഉണ്ട്, ടീച്ചിങ് വേക്കൻസികൾ വരുന്നുണ്ട്. പിന്നെ കുറച്ച് PSC എല്ലാ വർഷവും വിളിക്കലുണ്ടാവില്ല, പക്ഷെങ്കിലും ആ വേക്കൻസി കാര്യങ്ങളുണ്ട്. പിന്നെ ഏത് സംഗതിയാണെങ്കിലും എനി ഡിഗ്രി ഉള്ള കേസിൽ ഇത് വരാൻ പറ്റും. ഫാർമസി കഴിഞ്ഞ കുട്ടിക്ക് ഇത് ചെയ്യാൻ പറ്റും. ഈ സ്റ്റാർട്ടപ്പുകളിലൊന്നും യഥാർത്ഥത്തിൽ ഫാർമസിക്കാർ വരുന്നില്ല, ഫാർമസിക്കാർക്കും സ്റ്റാർട്ടപ്പ് ചെയ്യാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പിന്നെ ഇൻഡിവിജ്വൽ ഹെൽത്ത്, ഇപ്പോൾ UAE ട്രെൻഡിങ് അതാണ്, മറ്റേ ഇൻഡിവിജ്വൽ ഹെൽത്ത് ശ്രദ്ധിച്ചുകൊണ്ടുള്ള പല സ്കീമുകൾ വരുന്നുണ്ട്. അവിടെയൊക്കെ ഫാർമസിക്കാർക്ക് റോൾ ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, ഇവിടെയാണ് ഫാർമസിയിൽ മരുന്ന് മാത്രം കൂടുതൽ വരുന്നത്. ഇവിടുന്നാണ് വിട്ട് കഴിഞ്ഞാൽ എസ്പെഷ്യലി UAE എവിടെയാണെങ്കിലും കോസ്മെറ്റിക്സ് ആണ് കൂടുതൽ വരിക. അവിടെ കയറിയ സൂപ്പർ മാർക്കറ്റ് കയറിയ പോലെയാണ് നമ്മൾ തരാം. നമ്മളൊക്കെ പറയുന്നത് ഐഡിയ ഉണ്ടെങ്കിൽ അല്ലേ, നമ്മളിപ്പോൾ കോസ്മെറ്റിക്സിലേക്ക് പോകണം അല്ലെങ്കിൽ ഒരു എന്റർപ്രണർഷിപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നല്ല യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡും കൂടിയാണ്. ഇതിപ്പോ എക്സ്പോർട്ട് ചെയ്യാൻ അതിന്റെ റെഗുലേഷൻ പഠിക്കണം. ആ സാധനം നമുക്ക് അറിഞ്ഞാൽ നല്ലതാണ്. ഇപ്പൊ പച്ച കളറിൽ എന്ത് സാധനം കൊടുത്താലും ഭയങ്കര സെയിൽ നടക്കുന്ന സാധനം. കാരണം അതിനൊരു നാച്ചുറൽ പ്രത്യേകിച്ച് ഇപ്പൊ ഈ ആയുർവേദം കൂടിയൊക്കെ ഇതിലേക്ക് മിക്സ് ചെയ്ത് വന്നാണ്ടല്ലോ, കുട്ടികൾക്ക് നല്ല ഉപയോഗപ്പെടുത്താൻ പറ്റണം. അതായത് കുട്ടികൾക്കൊരു മുന്നോട്ടുള്ള ഒരു ഐഡിയ ഏത് ഫീൽഡിലാണ് അല്ലെങ്കിൽ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഐഡിയ ഉണ്ടെങ്കിൽ അത് കൂടുതലായിട്ടും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡും കൂടെയാണ്.
മറ്റൊരു ചോദ്യം ചോദിക്കാം. പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഫാർമസീസ് ഒക്കെ ആണോ എക്സ്പീരിയൻസിന് നല്ലത് എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. പൊതുവെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത് നമ്മൾ ആളുകൾ സ്റ്റാർട്ട് ചെയ്യാൻ നമ്മുടെ നാട്ടിൽ നിൽക്കുകയും വിദേശത്തേക്ക് നോക്കുകയും ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ ഹോസ്പിറ്റലാകുമ്പോൾ എന്ത് ചെയ്യും, അവർ ബയോഡേറ്റ ഒക്കെ നോക്കി കനം കൂടും. സ്വാഭാവികമായിട്ട് അവർക്ക് അത് വെച്ചിട്ട് എന്ത് ചെയ്യാം, വിദേശത്തേക്കും ബാക്കിയൊക്കെ അപേക്ഷിക്കാൻ കൂടും. ഇന്ന ഹോസ്പിറ്റലാണെന്നുള്ള അതിപ്പോൾ NABH അക്രഡിറ്റഡ് കാണുന്നുണ്ടെങ്കിൽ ഹൈലി ഇൻഫ്ലുവൻസ് ചെയ്യും ആ ബയോഡേറ്റിനെ, അത് കാര്യമായിട്ട് കാണിക്കും. ഇനി വിദേശത്തുള്ള സാധ്യതകളെ പറ്റി നമ്മളിപ്പോൾ ഇവിടെ കഴിഞ്ഞിട്ട് പോകുന്നതാണോ അല്ലെങ്കിൽ വിദേശത്ത് പോയിട്ട് ഇങ്ങനത്തെ കോഴ്സുകൾ നോക്കുന്നതാണോ എന്നുള്ളത്. അതിൽ പിന്നെ ഇപ്പോൾ വിദേശത്ത് സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ ട്രെയിനി ആയിട്ട് കയറുന്ന ആളുകളുണ്ട്. കാരണം വൺസ് ട്രെയിൻ ആയി കഴിഞ്ഞാൽ അവർക്ക് എക്സ്പീരിയൻസ് കഴിഞ്ഞാൽ അവിടുത്തെ എക്സാമുകൾ എഴുതണം. നമ്മളവിടെ മാത്രമാണ് ഇതിൻ്റെ കഴിഞ്ഞതിന് ശേഷമുള്ള എക്സാമുകൾ ഇല്ലാത്തത്. മറ്റെന്താ വെച്ചാൽ ഓരോ സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നോളജ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നവർക്കാണ് വർഷം പിന്നെ അതിൻ്റെ ടെസ്റ്റ് എഴുതി അറിയാൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, സിമ്പിളായിട്ട് പാസ്സായി വരാൻ പറ്റും. അപ്പോൾ എന്നിട്ടാണ് അവർക്ക് ലൈസൻസ് പുതുക്കിയും ബാക്കിയും ചെയ്യുക. അങ്ങനെ വിദേശ കാര്യങ്ങൾ ടെസ്റ്റ് എഴുതി പാസ്സായി കഴിഞ്ഞാൽ നല്ല രൂപത്തിലുള്ള സാലറിയിൽ ചെയ്യാൻ പറ്റും. അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഒരു പിന്നെ റീറ്റെയിൽ ഫാർമസിയിൽ നിൽക്കുകയാണ്, ഒരു കസ്റ്റമറിനോട് ചിരിക്കാനും കൂടി പറ്റാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, കുറേ സർട്ടിഫിക്കറ്റ് ആയിട്ട് കാര്യമില്ല. അതൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കുറച്ച് ലക്ഷ്യങ്ങൾ വെച്ചിട്ട് മനുഷ്യന്മാരോട് സംസാരിക്കാനും പെരുമാറാനൊക്കെ ഉള്ള എന്ത് ചെയ്യണം, ആ ഒരു കപ്പാസിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇനി നമ്മൾ M.Pharm കോഴ്സ് ചെയ്യുന്നത്, ഇപ്പൊ B.Pharm കഴിഞ്ഞവർക്ക് B.Pharm കഴിയുന്നവർ M.Pharm ചെയ്യുന്നതാണ് പെട്ടെന്ന് തന്നെ പോയി ചെയ്യണോ അതോ ജോബിലേക്ക് പോകണോ, അങ്ങനെ ഒരു ഇത് എങ്ങനെയാണ്? നല്ലത് കണ്ടിന്യൂസ് ആയിട്ട് M.Pharm ചെയ്ത് പോകുന്നതാണ്. അതിൽ B.Pharm കഴിഞ്ഞിട്ട് M.Pharm തന്നെ ചെയ്യണം നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. ഇപ്പൊ MBA ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വേറെ മറ്റു ആ രൂപത്തിലുള്ള ബിസിനസ് മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇനി അതല്ല വേറെ ഏത് PG നമുക്ക് ചെയ്യാൻ പറ്റും. ആ രൂപത്തിലേക്ക് നമ്മുടെ കരിയർ ഈ മൾട്ടി ഡിസിപ്ലിനറി എപ്പോഴും ഒപ്പം കൊണ്ടു നടക്കണം. ഇപ്പം എൻ്റെ 1-2 സ്റ്റുഡൻസ് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. അവരെന്താ വെച്ച് കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് കോളേജുമായി ബന്ധപ്പെട്ടുള്ള പിന്നെ ഒരു കൊളാബറേറ്റ് ചെയ്തുകൊണ്ടാണ് അവരെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ ഈ ഫോർമുലേഷൻ വരെ ഡെവലപ്പ് ചെയ്യണം, അതിൻ്റെ ബാക്കി സെൻസിങ്ങും ബാക്കിയൊക്കെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കുട്ടികൾ ചിന്തിക്കുന്നത് വെച്ചാൽ ഫാർമസി മാത്രം, അങ്ങനെയല്ല. അത് നമുക്കൊരു സൗകര്യത്തിന് സർട്ടിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണല്ലോ. പക്ഷെ നമ്മൾ ബ്രോഡായിട്ട് ചിന്തിച്ചിട്ട് കരിയറും അങ്ങനെ തന്നെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇനി ഒരു ചെറിയൊരു ചോദ്യം കൂടി, നമ്മൾ ഫോറിൻ കൺട്രീസിൽ ആണെങ്കിൽ പോകാനും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ അറ്റൻഡ് ചെയ്യേണ്ട എക്സാംസ് ഏതൊക്കെയാണ്? ഇപ്പോൾ നമ്മൾ KPS ഓസ്ട്രേലിയയിലെ എക്സാം ഉണ്ട്, അല്ലെങ്കിൽ DHA നമ്മുടെ ദുബായ്. അപ്പോൾ മറ്റ് എക്സാമുകളുടെ പേരുകൾ ഓരോ രാജ്യത്തിനും പിന്നെ അതിൻ്റെ ഇപ്പോൾ അബുദാബിയുടെ എക്സാം ഉണ്ട്, ദുബായിയുടെ എക്സാം ഉണ്ട്, ഓസ്ട്രേലിയ. ഇതിന്റെ ഒരു പീരീഡ് എങ്ങനെയാണ്? അത് നമ്മൾ കഴിഞ്ഞ ഇതിനെത്തിന് ശേഷം അവർ കോൾ ഫോർ ചെയ്യും. അതുപോലെ ഇതേപോലെ തന്നെ ഇപ്പോൾ എക്സാമിൻ്റെ ഒപ്പം തന്നെ എക്സാമുകൾ ഇപ്പോൾ IELTS പോലുള്ള ഇപ്പോൾ ജപ്പാനിൽ പിന്നെ IELTS പോലും ഇല്ലാതെ എന്തുണ്ട് അവിടെ ഹയർ സ്റ്റഡീസിനും ബാക്കിയൊക്കെ ഇതുണ്ട്. അതേപോലെ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചാൽ കഴിഞ്ഞാൽ ഓഫേഴ്സ് കുറേ സാധനങ്ങൾ വരുന്നുണ്ട്. ഇങ്ങനെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയ ഭയങ്കര ട്രെൻഡിങ് ആണ് കുട്ടികൾ, പക്ഷെ പുതിയ കുട്ടികൾക്ക് അറിയില്ല. പക്ഷെ അവിടെ നിന്ന് എന്താ വെച്ചാൽ നോളജ് ഇല്ലവർക്ക് ഇതൊക്കെ നടക്കുള്ളൂ കേട്ടോ. മറ്റെന്താ വെച്ചാൽ അല്ലാതെ വീണ്ടും ആവർത്തിക്കുന്നത് നമുക്ക് A4 ഷീറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ട് കാര്യമില്ല. പക്ഷെ നമ്മൾ പഠിക്കുന്ന സമയത്ത് വൃത്തിയായി പഠിച്ച് നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യും, ഇതൊക്കെ ക്രോസ് ചെയ്യാനും പറ്റും, നല്ല പോസ്റ്റിൽ കണ്ടിന്യൂ ചെയ്ത് പോകാനും പറ്റും. ഇനി ഒരു ചെറിയ ചോദ്യം കൂടി, ഇതിൽ റിസർച്ച് ബേസ്ഡ് ആയിട്ട് പോകണമെന്ന് താല്പര്യമുള്ളവർ എങ്ങനെയാണ് ഒരു കോഴ്സസ് ഫോളോ? യഥാർത്ഥത്തിൽ റിസർച്ച് ചെറിയ ചോദ്യമല്ല, അത് വലിയ ചോദ്യമാണ്, നല്ല സ്കോപ്പുള്ള കാര്യമാണ്. നേരത്തെ പറഞ്ഞ രൂപത്തിൽ മൾട്ടി ഡിസിപ്ലിനായിട്ട് ഫാർമസി കഴിഞ്ഞ കുട്ടികൾക്ക് ഒരു ഇതെല്ലാ സബ്ജക്റ്റിന്റെ കുറിച്ച് നോളജ് ഉണ്ട്. അതായത് ബയോളജി ഉണ്ട്, ബോട്ടണി, സുവോളജി കാര്യങ്ങൾ, എല്ലാ കെമിസ്ട്രി വരുന്നുണ്ട്, ഒക്കെ വരുന്നത്. സോ ഇവരൊക്കെ കണക്ട് ചെയ്തിട്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിസർച്ച് മുന്നോട്ട് പോകാൻ പറ്റും. ഒരു പിന്നെ ഇപ്പോൾ മോളിക്യൂളുകളൊക്കെ 15 വർഷം എടുക്കും ഒരു ഡ്രഗ് മോളിക്യൂൾ പുതിയ വരണമെങ്കിൽ. അപ്പോൾ അതിൻ്റെയൊക്കെ അപ്പോൾ കമ്പ്യൂട്ടറിൽ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രഗ് ഡിസൈനിങ് മുതൽ ഇപ്പോൾ AI റോൾ വരെ എന്തുണ്ട് ഈ കാര്യങ്ങളിലുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ റിസർച്ചിന് ഫണ്ട് കൊടുക്കുന്നത് സ്പേസ് പോയി കഴിഞ്ഞാൽ സീറോ ഗ്രാവിറ്റിയിൽ എങ്ങനെ ഡ്രഗ് റിലീസ് നടക്കും ബാക്കി എന്നൊക്കെ വെച്ചിട്ടുള്ള അതിന്റെ റിസർച്ചൊക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെ വെച്ചാൽ ലേറ്റസ്റ്റ് അപ്ഡേഷൻ ആണ്. ഇതൊക്കെ നമ്മളെ കുട്ടികൾക്കും പറ്റും. ഈ AI കാര്യം പറയുമ്പോൾ തന്നെ ഇപ്പൊ എന്താണ്, അപ്പൊ അതുകൊണ്ട് നമ്മളെ ജോലികൾ കുറയോ അങ്ങനെ കുറച്ച് ടെൻഷൻ കുറച്ച് കുട്ടികൾ അത് തെറ്റിദ്ധാരണയാണ്. നമ്മളെ AI കൂടെ സഞ്ചരിക്കണം. അപ്പൊ നേരത്തെ നമ്മൾ കോസ്മെറ്റിക്സ് ഡിസ്കസ് ചെയ്ത്, കോസ്മെറ്റിക്സിൽ AI ഇൻ കോസ്മെറ്റിക്സ് വളരെ എമർജിങ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ആർട്ടിഫിഷ്യൽ എങ്ങനെ കോസ്മെറ്റിക്സിലാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന കോസ്മെറ്റിക്സും ഞാൻ ഉപയോഗിക്കുന്ന കോസ്മെറ്റിക്സും ഒരേപോലെ ആയിക്കോളുന്നില്ല. നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നവരാണ്, പക്ഷേ സ്കിന്നും ബാക്കിയൊക്കെ വെച്ച് നോക്കിയിട്ട് നമുക്ക് അതിൽ കൃത്യമായിട്ട് ആ ഡാറ്റ അനലൈസ് ചെയ്തിട്ട് പുതിയ എന്തൊക്കെയാണ് ട്രെൻഡുകൾ മനസ്സിലാക്കാനും പറ്റിയാൽ അതിൽ പുതിയൊരു സാധ്യതകൾ അതിൽ തുറന്നു വരും. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് നമ്മുടെ ഫാർമസി റിലേറ്റഡ് കോഴ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ താങ്ക് യു സർ ഫോർ ദ ടൈം. ആൻഡ് നിങ്ങൾക്ക് ഫാർമസി റിലേറ്റഡ് ആയിട്ടുള്ള ഏത് ചോദ്യങ്ങളും നമ്മളുടെ വീഡിയോയുടെ താഴെ കമന്റ് ഡൗൺ ചെയ്യുക. അതുപോലെ നമ്മുടെ ഫാർമസി റിലേറ്റഡ് കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.